കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം എപ്രകാരം ഡിസൈൻ ചെയ്തിരിക്കണം. പല പല ഓഡിറ്റോറിയം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില ഓഡിറ്റോറിയം ഉണ്ട്, അവരുടെ ഡൈനിങ് ഏരിയ ഉണ്ടല്ലോ, ഫുഡ് കഴിക്കുന്ന സ്ഥലം, അതിന് മുമ്പിലത്തെ ക്യൂ പാലിക്കുന്ന സ്ഥലം, ആളുകൾ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം, ഇവിടെ എപ്രകാരം ആയിരിക്കണം? പ്ലെയിൻ ഏരിയ ആയിരിക്കണോ, സ്ലോപ്പ് ആയിരിക്കണോ? ഇന്നലെ പോയ കല്യാണത്തിന് ട്രിവാൻഡ്രത്ത് തന്നെ കഴക്കൂട്ട് തന്നെ ഫേമസ് ആയ ഒരു ഓഡിറ്റോറിയമാണ്. അവിടെ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വളരെ തിരക്കായിരുന്നു. ആ ഡൈനിങ് ഏരിയയുടെ ഫ്രണ്ടിൽ വന്ന് ഇടിച്ച് നിൽക്കുക. ഇവിടുത്തെ എനിക്ക് തോന്നിയൊരു പ്രശ്നം, എനിക്ക് ഉണ്ടായൊരു പ്രശ്നം, ഈ ഡൈനിങ് ഏരിയ വെയിറ്റിംഗ് ഏരിയയുടെ വന്നിറങ്ങാനായിട്ട് ഒരു ചെറിയൊരു സ്ലോപ്പ് പോലെ പടി കെട്ടിയിട്ടുണ്ട്, റൗണ്ടായിട്ട് പടി കെട്ടിയിട്ടുണ്ട്. അവിടെയും ആളുകൾ വന്ന് നിന്ന് കഥ അങ്ങോട്ട് തുറന്നപ്പോൾ പുഷ് ചെയ്യുക. ഈ ഒരു സ്ലോപ്പിൽ നിന്ന് ജനങ്ങൾ നന്നായിട്ട് പുഷ് ചെയ്യുന്നു. സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോഴ്സ് മതി, അല്ലെങ്കിൽ ചെറിയൊരു തള്ളു മതി ഫ്രണ്ടിലെ ആളുകൾക്ക് നന്നായിട്ട് ഇത് ഏൽക്കാനും. കതവ് തുറന്നപ്പോൾ എല്ലാവരും നന്നായിട്ട് അത് ഫീൽ ചെയ്തു. ഞാനൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു. ആ ഒരു ശക്തമായൊരു തള്ള് പുറകിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് താങ്ങി നിർത്താൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് വളരെ സാഹസികമായാണ് ഇവിടെ രക്ഷപ്പെട്ടത്. അതവിടെ കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്ന അമ്മമാരുണ്ട്, വയസ്സായ ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഉണ്ടായിട്ടും ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുമെന്ന് അവർക്കറിയാമോ എന്നെനിക്കറിയില്ല. ഇന്നലെ കല്യാണം തുടങ്ങിയൊന്നുമല്ല, അവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകും. ഞാൻ ഇന്ന് വരെ ഒരു കല്യാണത്തിന് പോയിട്ടും ഇതുപോലൊരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകിൽ അത് പ്ലെയിൻ ഏരിയ ആയിരിക്കും, ആ വെയിറ്റിംഗ് ഏരിയ, അല്ലെങ്കിൽ മുകളിലോട്ട് സ്ലോപ്പ് ആയിരിക്കും. താഴോട്ട് സ്ലോപ്പ് ഒരിക്കലും വയ്ക്കുകയില്ല. ഇത് കുറച്ച് പ്ലെയിൻ, അവിടേക്ക് വന്നിറങ്ങാനൊരു സ്ലോപ്പ് കണക്ക് പടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ആളുകൾ തള്ളും. അത് ആ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് ഏൽക്കുകയും എത്ര പേരാ പരാതി പറഞ്ഞതെന്നറിയാമോ? അപ്പോൾ ഇതിന് മസ്റ്റായിട്ട് നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇഷ്യൂ ഉണ്ടാകും, മരണം വരെ സംഭവിക്കാം. ഇന്നലെ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ വളരെ സാഹസികമായാണ് രക്ഷപ്പെടിച്ചെടുത്തത്. കുട്ടികളെ ഇടയ്ക്കുണ്ടെങ്കിൽ ചവിട്ടി എൻ്റെ മണ്ടയിൽ കൂടെ കയറിയിരിക്കും. ബാക്കിൽ നിന്ന് അത്രമാത്രം ഫോഴ്സ് വരുന്നുണ്ട്. അവർക്ക് ബാക്കിൽ നിൽക്കുന്നവർക്കൊന്നും അറിയേണ്ട, അവർ അറിയുന്നില്ല, അവർ ചെറിയൊരു പുഷ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ അത് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് ഏൽക്കുന്നതും ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആ പടിക്കെട്ട് എടുത്തും കളയുക. അവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് വീഴാതിരിക്കാനായിട്ട് ഒരു നല്ലൊരു ബാരിക്കേഡ് പോലെ കെട്ടിപ്പോകും. എന്ന് വെച്ചാൽ അവിടുന്ന് താഴോട്ട് വീഴാൻ പാടില്ല. എന്നിട്ട് ഈ ഒരു പ്ലെയിൻ ഏരിയയിലേക്ക് വന്നെത്താനായിട്ട് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഒരു പ്ലെയിൻ ഏരിയ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ഡൈനിങ് ഏരിയയിലെ വെയിറ്റിംഗ് ഏരിയയിൽ ഇത്തരം സ്ലോപ്പുകൾ അനുവദിക്കുന്നത് ശരിയല്ല. അത് നിങ്ങൾ മാറ്റുക തന്നെ വേണം. ആരും ഇതുവരെ കംപ്ലയിൻറ്റ് ചെയ്തില്ല. കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മാറ്റാത്തതാണോ ഐ ഡോണ്ട് നോ. ബട്ട് നമുക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടായി, അത് മാറ്റിയെടുത്താൽ നിങ്ങൾക്കുള്ള നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു കോട്ടവും തട്ടും. സോ എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുവാണ്. അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുമുണ്ട്. സോ ഇവർക്കെല്ലാം നന്നായിട്ട് ഈ ഒരു തള്ള് ഏറ്റു. നല്ലൊരു കഷ്ടം തന്നെയായിരുന്നു. നമ്മൾ നന്നായിട്ട് അനുഭവിച്ചു. ആ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നന്നായിട്ട് അനുഭവിച്ചു. ഇത് പറയാതിരിക്കാൻ വയ്യ. ഓഡിറ്റോറിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു സ്ഥലം അവിടുത്തെ അത് നിങ്ങൾ മാറ്റിയെടുക്കുക. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ഇന്നത്തെ വീഡിയോ. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.